Dear friends, welcome to my YouTube channel Haru and Tanu. Sunset bells, black flamingo, copper leaf എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ മനോഹരമായിട്ടുള്ള ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും കെയറും ഒക്കെ അമ്മ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്കൊന്ന് കേട്ട് നോക്കാം. സൺസെറ്റ് ബെൽസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കളർ കൊണ്ടായിരിക്കും അതിന് ആ പേര് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ഓറഞ്ചും മഞ്ഞയും ഒക്കെ കൂടി സൺസെറ്റ് പോലെ നമുക്ക് തോന്നും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അതിന് ആ പേര് കിട്ടിയത്. ഇത് ഷെയ്ഡിൽ വളരണ വളരെ ഭംഗിയുള്ള പൂക്കളോട് കൂടിയ ചെടിയാണ്. സാധാരണ പൂക്കളുണ്ടാവുന്ന ചെടികളെല്ലാം നല്ല ബ്രൈറ്റ് ലൈറ്റിലായിരിക്കും സാധാരണ. ഈ ചെടി ഷെയ്ഡിൽ വളരെ ഭംഗിയായിട്ട് പൂത്ത് നിൽക്കണ കാണാൻ അതിൻ്റെ ആ ഇലയുടെ കളറും ആ പൂവിൻ്റെ കളറും എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നടാൻ സാധാരണ നമ്മൾ നടണ പോലെ തന്നെ നട്ടാൽ മതി. ചട്ടിയിലൊക്കെ നട്ടാൽ എല്ലാ തലപ്പും പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വേനൽക്കാലം വരുമ്പോഴേ അതിൻ്റെ ഇലയ്ക്കൊരു ആ ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ ആ ഭംഗി കുറയാറുണ്ട്. തണലത്ത് നിൽക്കണ അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്. മഴക്കാലം വരുമ്പോഴേ നമ്മൾ പറമ്പിലൊക്കെ വലിച്ചെറിഞ്ഞ തൈകളാണെങ്കിൽ അവിടെ കിടന്ന കിളുത്ത് പറമ്പിലൊക്കെ പൂത്ത് നിൽക്കണ കാണാം. വളമായിട്ട് നമ്മൾ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൂടി സാധാരണ ചെടിക്ക് നമ്മൾ ഒഴിക്കാറില്ലേ, അതുപോലെ നേർപ്പിച്ച് ഒരുപാട് കോൺസെൻട്രേറ്റഡ് ഒഴിക്കരുത്, ചെടി ചീഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വളരെ കനം കുറഞ്ഞതാണ്. എല്ലാ തലപ്പും പൂവുണ്ടായി ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ദൂരേന്നേ നമുക്ക് അതിൻ്റെ ആ കളറൊക്കെ കാണാൻ പറ്റും. മഴക്കാലത്ത് എല്ലാ പൂക്കളും കുറയണ സമയത്താണ് ഇത് പൂത്ത് നിൽക്കണേ. സാധാരണ മഴക്കാലം വരുമ്പോൾ പൂക്കൾ ഒക്കെ കുറവാണ്. എന്നാൽ ഇതങ്ങനെയല്ല, മഴക്കാലം വരുമ്പോൾ നല്ല നന്നായിട്ട് നിൽക്കും. അതിൻ്റെ ഇലയും പൂവൊക്കെ കാണാൻ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. വേനൽക്കാലത്ത് അതിന് അത്രയും ഭംഗിയില്ല. ഈ ഒരു പ്ലാന്റ് ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ ഉള്ള ആ ലീഫിൻ്റെ കളർ കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇനി ഇതേ പ്ലാന്റ് നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്ക് കുറച്ചുകൂടി ലൈറ്റർ കളറായിരിക്കും, അതായത് ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. അതുകൂടി നമുക്ക് കണ്ടു നോക്കാം. ലൈറ്റിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ ഇലയുടെ കളർ കണ്ടോ, ബ്രൈറ്റ് ലൈറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇലയ്ക്ക് ഒരു ഭംഗി കുറവുണ്ട്. ഷെയ്ഡിൽ നിൽക്കണതിനാ നല്ല ഭംഗി. ഇലയ്ക്ക് ഒരു നല്ല കളർ ഷെയ്ഡിൽ നിൽക്കുമ്പോഴാണ്. ഈർപ്പമുള്ള മണ്ണാണ് ഇതിന് നല്ലത്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഈർപ്പം വേണം, പക്ഷേ വെള്ളം നിൽക്കരുത്, വെള്ളം ഒഴുകി പോവും വേണം. അങ്ങനെയാണെങ്കിൽ നിറയെ പൂവുണ്ടാവും. തല ഒടിച്ച് കുത്തിയാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. വെറുതെ മണ്ണിൽ മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ വെറുതെ മണ്ണിൽ കിടന്നാൽ മതി. അവിടെ തന്നെ കിടന്ന് വേര് പിടിച്ച് ചെടി ഉണ്ടാവും, പൂവുണ്ടാവും. എല്ലാ തലക്കിലും പൂവുണ്ടാവും മഴക്കാലത്ത്. വേനൽക്കാലമായാൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വാടിപ്പോവൊന്നുമില്ല, എന്നാലും അതിങ്ങനെ മുരടിച്ച് നിൽക്കണ പോലെ നിൽക്കും. അതിൻ്റെ ഇലയ്ക്കൊന്നും ഒരു ഭംഗിയില്ലാത്ത പോലെ. കണ്ടോ, ആ സൺലൈറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് ചെടികളുടെ ഇലയ്ക്കും ആ ഒരു കളറിനും വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഒരു ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്ന ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. സക്കുലൻസിനൊക്കെ ഉള്ളതുപോലെ ഒരു സ്റ്റെമ്പാണ് ഈ ഒരു പ്ലാന്റിന് ഉള്ളത്. ഇതിൻ്റെ ഒരു സ്റ്റെം കട്ടിങ് കിട്ടുവാണെങ്കിൽ എളുപ്പം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.